കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിയിൽ നടന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സംഭവം നടന്നതിങ്ങനെ: വേളാങ്കണ്ണിയിലെ പ്രധാന ബസലിക്ക പള്ളിയിൽ 2023 മാർച്ച് മാസം 4-ാം തീയതി അതിരാവിലെ 6 മണിക്കുള്ള പ്രഭാത തമിഴ് കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുർബാന തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണി പള്ളിയുടെ പരിശുദ്ധ അൾത്താരയിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുകളിലായി പെട്ടെന്ന് ഒരു പ്രകാശവലയം കടന്നു വരികയും അൾത്താര മുഴുവനും പ്രകാശവലയത്താൽ നിറയുകയും ചെയ്തു. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിനോട് ചേർന്ന് വളരെ ശോഭയേറിയ ഒരു രൂപം തെളിഞ്ഞു വരികയും അതിൽ നിന്നുള്ള പ്രകാശം പള്ളിയുടെ അൾത്താര മുഴുവൻ നിറയുകയും ചെയ്തു. ഈ സമയം അൾത്താരയിൽ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുകളിലെ കിരീടത്തോട് ചേർന്ന് ഉണ്ണിയൂശോയുടെ മുഖം തെളിയുകയും കൂടുതൽ പ്രകാശപൂർണമാവുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന വിശ്വാസികളിൽ പലരും ഭയപ്പെടുകയും അത്ഭുതപ്പെടുകയും കണ്ണുകൾ നിറഞ്ഞ് അവർ ഉച്ചത്തിൽ നിലവിളിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രകാശവലയത്താൽ ശോഭിതമായ അൾത്താരയിൽ ഈ അത്ഭുതം 3 മിനിറ്റോളം നീണ്ടുനിന്നു. ഉണ്ണീശോയുടെ തിരുമുഖം കൂടുതൽ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടേയിരുന്നു. പള്ളിയിൽ മുഴുവൻ പ്രാർത്ഥനകളും സ്തുതികളും ഉയർന്നു. 3 മിനിറ്റിന് ശേഷം പ്രകാശമേറിയ ഉണ്ണീശോയുടെ തിരുമുഖം മറയുകയും അൾത്താരയിലും പള്ളിയുടെ അകം മുഴുവനും സുഗന്ധാഭിഷേകത്താൽ നിറയുകയും ചെയ്തു. ഈ അത്ഭുത സംഭവം തത്സമയ ടെലികാസ്റ്റ് വഴി റെക്കോർഡ് ചെയ്യപ്പെടുകയും തമിഴ്നാട്ടിലെ ജയ പ്ലസ് അടക്കമുള്ള എല്ലാ ന്യൂസ് ചാനലുകളും ലൈവ് വരികയും TV ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അനേക ലക്ഷം ആളുകൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. ഈ അത്ഭുത സംഭവത്തിന് ശേഷം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വിശ്വാസം കൂടുതൽ ആഴത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. 15-16 നൂറ്റാണ്ടുകളിൽ വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളുടെ തുടർച്ച എന്നോണം ഇന്നും ഈ മണ്ണിൽ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമാണ് ഇന്നും ഈ വേളാങ്കണ്ണിയുടെ മണ്ണിൽ നിലകൊള്ളുന്നത്. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം ചൊരിയുന്ന അമ്മേ, വേളാങ്കണ്ണി മാതാവേ, ആശ്രയം തേടി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവിടിയരുതേ. അമ്മയുടെ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ കൈകളിൽ ഉണ്ണി യേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.